എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ. അപ്പം നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നതേ ഒരു തക്കാളി ചോറ് കേട്ടോ. ഇതൊരു വെറൈറ്റി തക്കാളി ചോറാണ്. ഈ മസാലകളൊക്കെ ചേർത്തിട്ടുള്ള തക്കാളി ചോറാണ്. നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒന്ന് അയച്ചു കൊടുത്ത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആ കുഞ്ഞി ബെല്ലൈക്കണം അമർത്തിയിട്ടേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുന്നുണ്ടോ. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. നല്ല കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ലതാണ്. നിങ്ങളിങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുകൊണ്ടു. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട് പ്ലേറ്റിക്ക് വിളമ്പണതാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഏത് കുട്ടികൾക്കും ഏത് രോഗികൾക്കും ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതൊരു ഹെൽത്തിയായ ഫുഡും കൂടി കേട്ടോ. ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില മുകളിൽ വിതറി കൊടുക്കാം. ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന തക്കാളി ചോറിൻ്റെ പോലെയല്ല, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തക്കാളി ചോറ് കേട്ടോ. നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് നമുക്കേ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഏതാ ഉണ്ടാക്കാൻ പറ്റുന്ന പാത്രം എന്ന് വെച്ചാൽ അതിലുണ്ടായിക്കോളും. ഞാൻ അപ്പോൾ അങ്ങനത്തെ ഒരു പാനിലാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ 2 ഗ്ലാസ് റൈസ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിക്കുള്ള അളവാണ് ഈ പറയുന്നത്. 1 സ്പൂണ് കടുകിട്ട് പൊട്ടുമ്പോഴേ 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ നന്നായി പൊട്ടി വരുമ്പോഴേ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് ചോന്നതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കട്ടെ. ഞാൻ 1 ടീസ്പൂണ് വലിയ ജീരകം. പൊടിച്ചതില്ലെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ അതൊക്കെ നല്ലോണം ചോന്ന് വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊക്കെ നല്ലോണം അതിൻ്റെ പച്ചമണം പോവുകയോളം. ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയിലാട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിച്ചാട്ടോ. അങ്ങനെ 1 സവാള, 3 തക്കാളിക്ക് 1 സവാള എന്നിട്ടോ കണക്ക്. ഇതിപ്പോൾ 2 ഗ്ലാസ് അരിക്കാണ് ഞാൻ അളവ് പറഞ്ഞു തരുന്നത്. അങ്ങനെ 1 സവാള ഇട്ടിട്ട് അത് നന്നായി വഴന്ന് വരട്ടെ കേട്ടോ. അതൊക്കെ ഒരു ഇളം ബ്രൗൺ കളറാവോളം നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ 4 അധികം എരിവ് വേണമെന്നുണ്ടെങ്കിൽ 4 ചേർത്തോളൂ കേട്ടോ. അങ്ങനെ 4 പച്ചമുളകും ചേർത്തിട്ട്, ഞാൻ 3 ചേർത്ത് 4 ചേർത്തിട്ടില്ല. നമ്മൾ 4 ആണെങ്കിൽ ചേർത്തോളി. എരിവ് കുറവാണെങ്കിൽ 4 ചേർത്തോളി. ഞാൻ അപ്പോൾ ഇതിൽ നല്ല എരിവില്ല പച്ചമുളക് കൊണ്ട് 3 ചേർക്കാം. ഇനി ആവശ്യത്തിന് വേപ്പിൻ്റെ ഇട്ടിട്ടേ നന്നായി വഴറ്റി കൊടുക്കട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുത്തോളൂ. അപ്പോൾ ഇതിലൊക്കെ ഒന്ന് ഈ സവാള പെട്ടെന്ന് വഴന്ന് വരാൻ ഉപ്പിട്ടാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും കേട്ടോ. അങ്ങനെ ഉപ്പ് ഇട്ടിട്ട് നമുക്ക് നന്നായി ഇളക്കി കൊടുക്കട്ടോ. അതൊക്കെ നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ അതിലേക്ക് 3 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. 1 സവാളയ്ക്ക് 3 തക്കാളിയാണ്. ഈ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇതും കൂടി ഇട്ട് ഗരം മസാല, നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഗരം മസാല കേട്ടോ, അതൊരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൂടെ നമുക്ക് ഇളക്കി യോജിപ്പിച്ചട്ടോ. ഇതൊക്കെ നന്നായി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയിട്ടേ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോറാട്ടോ തക്കാളി ചോറ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഏതാൾക്കാർക്കും കഴിക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇതൊക്കെ വഴന്ന് വരുമ്പോഴേ നമുക്ക് തക്കാളി 3 അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ചമണം പോയി നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. എന്നിട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ അരിഞ്ഞ് വെച്ച 3 തക്കാളി കൂടി ചേർത്തിട്ടേ നന്നായി ഒന്ന് വഴറ്റിയെടുക്കട്ടോ. ഇത് കുറച്ച് നേരം വഴറ്റിയിട്ടൊന്ന് ചെറിയ ഫ്ലെയിമാക്കിയിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി. എന്നാൽ പെട്ടെന്ന് ഉടഞ്ഞ് വരും. തക്കാളിയൊക്കെ നല്ലോണം വെന്തുടഞ്ഞതിൽ ഉടച്ച് ചേർക്കണം കേട്ടോ. അപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ.
അപ്പോൾ ഗൈസ് നമ്മളെ രണ്ട് കപ്പ് ബസ്മതി റൈസാട്ടോ എടുത്തുക്കണത്. നന്നായി കുതിർത്തി വെള്ളത്തിൽ നല്ലോണം വേവിച്ചെടുത്താട്ടോ, തിളപ്പിച്ച് ഊറ്റി വെച്ചതാണിത്. ഇതൊക്കെ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. പാകത്തെ വേഗാട്ടോ, അധികം കുഴഞ്ഞു പോകരുത്. പാകത്തെ വേഗാക്കി വേവിച്ചെടുക്കണം കേട്ടോ. അത് ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേവിച്ച ചോറ് ചേർത്ത് കൊടുക്കാം. എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഡിഷാട്ടോ അത്. നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ മുതിർന്നവർക്കൊക്കെ പറ്റും കേട്ടോ. നിങ്ങളിപ്പോൾ പെട്ടെന്ന് കൂട്ടാനൊന്നും ഇല്ല ഒരു തക്കാളി ചോറൊക്കെ കുട്ടികൾക്ക് സ്കൂൾക്ക് കൊടുത്തയക്കാനൊക്കെ ലഞ്ച് ബോക്സ് നല്ല ഒരു ചോറാട്ടത്. ലഞ്ച് ബോക്സിലാക്കി കൊടുക്കാനേ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. സ്കൂൾക്ക് കൊണ്ടുപോകുമ്പോൾ തക്കാളി ചോറുണ്ടാക്കി കൊടുത്തു നോക്കൂ, കുട്ടികൾക്ക് നല്ല ഇഷ്ടകരം കഴിക്കാൻ. പിന്നെ വേറെ ഒരു കൂട്ടാനും വേണ്ട കേട്ടോ. അച്ചാറും പപ്പടമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിക്ക് തൈരോ ചമ്മന്തിയൊക്കെ വേണമെങ്കിൽ കൂട്ടട്ടോ. അങ്ങനെ നമ്മൾ തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് വരട്ടെ. ഇങ്ങനെ ഒരു കയ്യിൽ ഒരു തവ കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. ഇപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി പതുക്കെ അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ നല്ലോണം അതിൽ ചേർന്നിട്ടുണ്ടാവും, ഉടഞ്ഞ് ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിക്കോളി കേട്ടോ. തക്കാളിയിൽ ഈ മസാലക്കൂട്ടിൽ ഉപ്പുണ്ടോ എന്ന് നോക്കിക്കോളി. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തോളി ഇല്ലെങ്കിൽ കേട്ടോ. അങ്ങനെ അതൊക്കെ ഉടഞ്ഞ് വന്ന് നമ്മൾ ഓൾറെഡി ആദ്യം നമ്മൾ ബസ്മതി റൈസൊക്കെ നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ടല്ലോ. കുഴഞ്ഞ് പോകാതെ തിളപ്പിച്ചൂറ്റി നമ്മൾ ബിരിയാണിക്കൊക്കെ ഉണ്ടാക്കില്ല, അതേമാതിരി തിളപ്പിച്ചൂറ്റുക. അങ്ങനെ ഇതൊക്കെ നല്ലോണം നന്നായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ടേ നന്നായി ഒന്ന് ഇളക്കട്ടോ. നന്നായി ഇളക്കിയിട്ട് ചെറിയ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒന്ന് സിമ്മിൽ ഒന്ന് ദമ്മിടുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ മസാലയൊക്കെ ഇതിലും പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റാക്കാം കേട്ടോ. ഇത് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി വിതറിയിട്ട് നമുക്ക് വിളമ്പാം. ഇത് നല്ലൊരു ഡിഷാണ്. ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുകൊണ്ടു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൊണ്ടു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ആ കുഞ്ഞ് ബെല്ലൈക്കൺ അമർത്തി നമ്മളെ ഒന്ന് സപ്പോർട്ടാക്കൊണ്ടു. അങ്ങനെ ഇതൊക്കെ നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടേ ഒരു 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ. ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുത്തോളൂ, അല്ലെങ്കിൽ അടി കരിഞ്ഞു പോകും. ഇനി ഗേസ് ലാസ്റ്റ് ഇതിലൊരു ടീസ്പൂൺ പശു നെയ്യ് ചേർത്ത് കൊടുക്കട്ടോ. ഇത് ഓപ്ഷനാണ്, നിങ്ങൾ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ അത് ചേർത്ത് കൊടുത്താൽ നല്ലൊരു മണം കേട്ടോ.
ഇവിടെ നമ്മളൊന്ന് തുറന്ന് വെച്ച് ഈ പശുവിൻ്റെ നെയ്യൊന്ന് ചേർത്തിട്ട് ഒന്നും കൂടി മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി ദമ്മിലെടുക്കട്ടോ. അപ്പോൾ ഇതിൻ്റെ മണമൊക്കെ ഇതിൽ വന്നിട്ട് നല്ലൊരു ടേസ്റ്റാകാരം. എന്നാൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകൊണ്ടു. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കൊണ്ടു. അങ്ങനെ നമ്മൾ ഏറ്റവും ടേസ്റ്റിയായ തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കഴിച്ച് നോക്കാം. ഇതിലേക്ക് നമുക്ക് അച്ചാറോ പപ്പടോ തൈരോ ഒക്കെ വേണമെങ്കിൽ സൈഡ് ഡിഷായിട്ട് കൂട്ടട്ടോ. ഇതിൻ്റെ കൂടെ ഇനി ഒന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇറച്ചിൻ്റെ മീനിൻ്റെ ഒന്നും ആവശ്യമില്ല. കുട്ടികൾക്ക് സ്കൂളിൽ ലഞ്ച് ബോക്സ് കൊടുത്തേക്കാനും നല്ലതാണ്. നല്ല ടേസ്റ്റാട്ടോ.